നമസ്കാരം, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇടുക്കി സ്റ്റൈൽ പിടിയും നാടൻ കോഴിക്കറിയുമാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 3.5 കപ്പ് അരിപ്പൊടി എടുക്കണം. അപ്പം ഞാനത് പുട്ടിൻ്റെ പൊടിയാണ് എടുത്താക്കുന്നത്. 3.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എന്തോരം ഇടണോ അത്രയും ടേസ്റ്റ് കൂടും. ഞാനിപ്പം 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം നല്ലതായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഇടുക്കി ആൻഡ് കോട്ടയം സ്റ്റൈൽ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വിഭവമാണ്. നമ്മുടെ അച്ചായൻ സ്റ്റൈലാണ്. അത് പണ്ട് പഴമക്കാരുടെ ഇടയിൽ കൂടുതലായിട്ടും കണ്ടുവന്നിരുന്ന ഒരു വിഭവമാണ്. ഇപ്പോൾ നമുക്ക് പുതുതലമുറയ്ക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നമുക്കിനി നന്നായിട്ട് പൊടി മിക്സ് ചെയ്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കതൊന്ന് പൊത്തി വെക്കാം. അപ്പോൾ അതിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമുക്ക് നന്നായിട്ടത് വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകരുത്. എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈ മാറ്റരുത്. നന്നായിട്ട് ഇളക്കി ഒന്ന് മൂക്കണം. അപ്പോൾ മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇനി നമുക്ക് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി നല്ല ജീരകവും വേണം. അത് നമുക്ക് പേസ്റ്റാക്കി എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന പൊടിക്കകത്തേക്ക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. പകുതി നമുക്ക് ആവശ്യമുണ്ട് മാറ്റി വെക്കുക. ഇതൊന്ന് ഇട്ടതിന് ശേഷം പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അധികം ഉപ്പ് വേണ്ട, കറക്റ്റ് വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പ് മതി. അപ്പോൾ നമുക്ക് ആ തിളച്ച വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമുക്കൊരു തവി വെച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, തിളച്ച പച്ചവെള്ളം ഒഴിക്കരുത്. നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇനി കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ചൂടുണ്ട്, പക്ഷേ നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. എത്രത്തോളം നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റാണ്. അല്ലെങ്കിൽ എങ്കിലേ നമ്മൾ പിടിയത് ഉണ്ടാക്കുമ്പോൾ റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഉണ്ട പോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര വലിയതായിട്ട്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഉരുളിക്കകത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഉരുളി വെച്ച് നമുക്ക് ഈ വെള്ളത്തിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. മാറ്റി അരിച്ചാക്കുന്ന ജീരകം വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മിച്ചം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഉപ്പ്, ജീരകം, വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങ ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് നന്നായിട്ട് വെള്ളം വെട്ടിത്തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചപ്പോൾ നമുക്ക് ആ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. അധികം ഉപ്പ് കൂടി പോരുത്. നമ്മൾ ഓൾറെഡി മാവിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരേ ഷേപ്പിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക എപ്പോഴും. പിന്നെന്താ പറയുന്നത്, നമ്മൾ ഏറ്റവും ചെറിയ ഉരുളകളാണെങ്കിൽ അത്രയും നല്ലത്, അത്രയും ടേസ്റ്റ് കൂടും. എത്രയും ചെറുതാക്കാൻ പറ്റും അത്രയും ചെറുതാക്കുക. ഇതിലും ചെറുതാക്കാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് പൊടി വിതറി കൊടുക്കാം. കാരണം നമ്മളെ ഈ ഉണ്ടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി വിതറി കൊടുക്കാം. ഇങ്ങനെ അധികത്തിൻ്റെ ആവശ്യമില്ല, ഒന്ന് വിതറി കൊടുക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അധികം ഉപ്പ് കൂടരുത്. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് വെട്ടിത്തിളിക്കുന്ന വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ 2 ട്രിപ്പായിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഒത്തിരി ഇങ്ങ് ഇളക്കി കൊടുക്കരുത്, നമ്മുടെ ഉരുളകൾ ഉടഞ്ഞു പോകും, പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ വെന്തതിന് ശേഷം മാത്രമാണ് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇവിടെ ഏകദേശം വെന്ത് ഇട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് തവി വെച്ചിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരമണിക്കൂറൊക്കെ മതിയോ, കാരണം നമ്മൾ ഓൾറെഡി ഇത് വറുത്ത പൊടിയാണ്, നന്നായിട്ട് വറുത്തതാണ് പൊടി. ഉണ്ടോ? അപ്പോൾ നമ്മളിങ്ങനെ തവി വെച്ച് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ചാറ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുഴച്ച പൊടിക്കകത്തുനിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് അതിനകത്തേക്ക് ഒഴിക്കുക. നമ്മൾ നല്ലൊരു കുറച്ചും കൂടെ നല്ല കൊഴുപ്പ് കിട്ടും. ഉണ്ടോ? ഈ ഒരു പരുവത്തിലൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഇത് കുറച്ച് നേരം കൊണ്ട് ഇരുന്ന് ഈ പൊടിയൊന്ന് വെന്ത് കിട്ടണം. നമ്മൾ ഓൾറെഡി വറുത്ത പൊടിയാണ്, എന്നാലും ഒന്ന് തിളച്ച് 5 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെക്കാം. കുറച്ച് ചിക്കൻ കറിയും കൂടെ, നല്ല പാല് പിഴിഞ്ഞ് വെച്ച നാടൻ കോഴിക്കറിയാണ്. ഇതാണ് ഇതിൻ്റെ പിടിയും കോഴിയാണ് കോമ്പിനേഷന്. ചാറൊക്കെ വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഈ കോഴിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതിൻ്റെ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.